വീണ്ടും വാർത്തയിലേക്ക്. ഓണം കഴിഞ്ഞു, പക്ഷേ മലയാളികൾക്ക് ഓണാഘോഷം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയോട് അനുബന്ധിച്ചുള്ള പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട്. 51 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫി മാതൃകയിലാണ് ജലഘോഷയാത്ര നടത്തുന്നത്. അടുത്ത ബാച്ച് തെക്കേമുറി കിഴക്ക് ഇടയാറന്മുള മാരാമൺ ചിറയിറമ്പ് പള്ളിയോടങ്ങളെ ഉടൻ തന്നെ തിരിക്കേണ്ടതാണ്. വിവരങ്ങളുമായി ആറന്മുളയിൽ നിന്ന് ശ്രീരാജ് ബാബുവും ബിനിൽ ലീല സാബുവും ചേരുകയാണ്. ആദ്യം ശ്രീരാജിലേക്ക്. ശ്രീരാജ്, വലിയ ആവേശമാണ് പമ്പാ നദിക്കരയിൽ. രുചീഷ്, തീർച്ചയായും അല്പസമയം മുൻപ് ജലഘോഷയാത്ര ആരംഭിച്ചു. 3 മണി പിന്നിടുമ്പോഴേക്കും മത്സര വള്ളംകളി ആരംഭിക്കും. ആദ്യം ബി ബാച്ച് മത്സരമാണ് നടക്കുക. 2 ബാച്ച് മത്സരങ്ങളായിട്ടാണ്, എ ബാച്ച് ബി ബാച്ച് എന്ന തരത്തിൽ. അതിൽ ബി ബാച്ച് മത്സരം ആദ്യം നടക്കും. ചെറിയ പള്ളിയോടങ്ങളുടേതാണ് ഈ ബി ബാച്ച് മത്സരം. അത് പൂർത്തിയാകുന്നതോടുകൂടിയാണ് വലിയ പള്ളിയോടങ്ങളുടെ എ ബാച്ച് മത്സരം നടക്കുക. ഈ എ ബാച്ച് മത്സരം നടക്കുന്നതോടുകൂടിയാണ് കൂടുതൽ ആവേശത്തിലേക്ക് ഈ ജലോത്സവം ചെന്നെത്തുക. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സമയം ആദ്യം ആരാണോ എത്തുന്നത് അതുകൂടി പരിഗണിച്ചായിരിക്കും വിജയിയെ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് ആ പുതിയ തരത്തിൽ വിജയികളെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനു മുൻപ് വരെ ഈ തുഴച്ചിലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ആചാരങ്ങളുടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കൂടിയായിരുന്നു വിജയികളെ തീരുമാനിക്കുന്നത്. ഈ സമയക്രമത്തിനനുസരിച്ച് വിജയികളെ തീരുമാനിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ കൂടുതൽ ആവേശത്തിലേക്ക്, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സമാനമായി കൂടുതൽ ആവേശകരമായ മത്സരത്തിലേക്ക് ഈ ആറന്മുള വള്ളംകളി ചെന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന തരത്തിൽ കൂടുതൽ ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ 3 മണിയോടെ ഈ മത്സരങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. ചെറിയ കുട്ടികളും വലിയ പ്രായം ചെന്ന ആളുകളും അടക്കം എല്ലാവർക്കും ഒരേപോലെ ആവേശം തന്നെയാണ് ഈ ആറന്മുള വള്ളംകളി. എന്തായാലും അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ജലഘോഷയാത്ര ആരംഭിച്ചത്. അതിനുശേഷം 3 മണിയോടുകൂടി മത്സര വള്ളംകളികൾ ആരംഭിക്കാമെന്ന നിഗമനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2:30 പിന്നിട്ടിരിക്കുന്നു. 3 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ ആദ്യ ബാച്ച് ബി ബാച്ച് മത്സര വള്ളംകളി ആരംഭിക്കും. ചെറിയ പള്ളിയോടങ്ങളുടേതാണ് ഈ ബി ബാച്ച് മത്സര വള്ളംകളി. ശേഷം എ ബാച്ച് മത്സര വള്ളംകളി ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മാവേലി അടക്കം ഈ ഭാഗത്ത് ഉണ്ട്. ഈ ആഘോഷത്തിൻ്റെ എല്ലാം തന്നെ ഭാഗമാവുകയാണ്. ആറന്മുളക്കാരുടെ ഓണാഘോഷത്തിൻ്റെ കൂടി ഭാഗമാണ്. ഓണം കഴിഞ്ഞ് തിരിച്ചു പോയില്ലേ? നമ്മുടെ ആറന്മുളയിലൊന്ന് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആറന്മുളയിലെ ജനങ്ങൾ അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് നമ്മുടെ ഈ സംഭവങ്ങൾ. ആറന്മുളക്കാരുടെ ഉത്സവമാണോ ആറന്മുളക്കാരുടെ ഉത്സവമാണിത്. പട്ടിണിയും പരിഭാവവും എല്ലാം കളഞ്ഞ് നമ്മുടെ ജനങ്ങൾ വന്ന് നിൽക്കുകയല്ലേ. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആഘോഷിക്കണ്ടേ. അവരാണ് നമ്മുടെ വോട്ട്, അവരാണ് നമ്മുടെ ചങ്ക്. ഈ ആറന്മുള വള്ളംകളി കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. ആറന്മുള വള്ളംകളി കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇനിയും വള്ളംകളി വരണമെങ്കിൽ അടുത്ത വർഷം വരണം. ഇനിയും വരും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്, എല്ലാവർക്കും ആവേശമാണ്, എല്ലാവർക്കും കൗതുകമാണ്. മാവേലി എല്ലാ വർഷവും വരാറുണ്ട് എന്നാണ് പറയാറുള്ളത്. ആറന്മുള വള്ളംകളിയും കണ്ട ശേഷമേ തിരിച്ചു പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓണം കഴിഞ്ഞു, പക്ഷേ ആളിവിടെ തന്നെയുണ്ട്. ആറന്മുള വള്ളംകളി കൂടി കണ്ട ശേഷം മാത്രമാകും തിരികെ പോവുക. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ജലഘോഷയാത്ര നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭംഗിയും അവർ തുഴച്ചിലിൻ്റെ താളവുമൊക്കെ തന്നെയാണ് ഈ ആറന്മുള വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തുഴച്ചിലുകാരുടെ ഭംഗി തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ ഈ മത്സര ഇനത്തിൽ ഈ സമയക്രമത്തിൽ അപ്പുറത്തേക്ക് ഈ വള്ളംകളിക്കാരുടെ തുഴച്ചിലും അവരുടെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണവും താളവും ഒക്കെ തന്നെയായിരുന്നു വിജയികളെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ തന്നെ അതിൽ നിന്നും ശ്രീരാജ്, ബിനിൽ ലീല സാബു കൂടി ചേരുകയാണ് അവിടെ നിന്ന്. ബിനിൽ, നമുക്ക് ഉത്രട്ടാതി വള്ളംകളി എല്ലാ കാലത്തും ഈ ആചാരപ്പെരുമയൊക്കെ ആയിരുന്നു. ഏറ്റവും വലിയ ആവേശം എല്ലാ കാലത്തും നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരു സമാനമായ തരത്തിൽ ഒരു ആവേശം കൊണ്ടുവരാൻ ഇവിടെയും ശ്രമം നടക്കുകയാണ്.